അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനുള്ള സ്ഥലത്തൊക്കെ കാണപ്പെടുന്ന ഒരു ജീവിയാണ് പൂച്ച. പൂച്ചയെ വളർത്തുന്നവരും ലാളിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട്. അതേസമയത്ത് പൂച്ചയുടെ ശല്യം കാരണം പൂച്ചയെ എറിഞ്ഞോടിക്കുന്ന ആളുകളും കാണാം. ഇസ്ലാമികമായി പൂച്ചയോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു നിയമമുണ്ടല്ലോ. പൂച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലും അടുക്കളയിലും മുറ്റത്തൊക്കെ വരുന്ന ഒരു ജീവി എന്ന രീതിയിൽ പലപ്പോഴും അത് ഉപദ്രവകാരികളാവാറുണ്ട്. കോഴികളെ പിടിക്കും, അതുപോലെ തന്നെ അടുക്കളയിൽ കയറി കളവ് നടത്തും, വീടിൻ്റെ അകത്ത് കയറി നമ്മുടെ ചവിട്ടികളിലും പടങ്ങളിലുമൊക്കെ കസേരയിലും വണ്ടിയിലുമൊക്കെ കയറി മൂത്രമൊഴിക്കും, കാഷ്ടിക്കും, അസഹ്യമായ ദുർഗന്ധം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളും ഉപദ്രവങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് പൂച്ചയുടെ കാര്യത്തിൽ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹ്മഹുല്ലാ തൻ്റെ ഫതാവൽ കുബ്രയിൽ പറഞ്ഞ ഒരു ചോദ്യോത്തരമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട്, പൂച്ചയെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളതാണ്. പൂച്ചയെ കൊല്ലൽ അനുവദനീയമല്ല എന്നാണ് നിയമം. പൂച്ച കുഴപ്പമുണ്ടാക്കിയാലും കോഴിനെ പിടിച്ചാലും കൊല്ലാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഉപദ്രവം കാണിക്കുമ്പോൾ അതിനെ എറിഞ്ഞോടിക്കാനും ആട്ടിയോടിക്കാനും പറ്റും. ചെറിയ രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക, ആട്ടിയിട്ടും അകറ്റിയിട്ടും ഒക്കെ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരക്രമിയെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഈ പൂച്ചയെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ഇമാം ഖാദി ഹുസൈൻ റഹിമഹുല്ലയുടെ ഒരു അഭിപ്രായമുണ്ട്, കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്ന പൂച്ചയെ കൊല്ലൽ അനുവദനീയമാണ് എന്ന്. കാരണം പാമ്പ്, അതുപോലെ തന്നെ എലി തുടങ്ങിയ ജീവികളൊക്കെ നമുക്ക് കൊല്ലാലോ. അതിന് നേരത്തെ കുഴപ്പമുണ്ടാക്കുമെന്നറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നതുപോലെ കക്കുന്ന മൂത്രമൊഴിക്കുന്ന പൂച്ചയാണ് കോഴികളെ പിടിക്കുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പൂച്ചയെ കൊല്ലാൻ പറ്റും എന്നാണ്. മാത്രമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് വല്ലതും എടുത്ത് ഓടി അതിനെ കിട്ടൂല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെ എറിഞ്ഞ് വീഴ്ത്തി കൊല്ലാവുന്നതാണ്. ഒരു കോഴിനെ പിടിച്ചോടുകയാണ്, ഇനി ആ കോഴിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൂച്ചയെ എറിഞ്ഞ് കൊന്നാൽ മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ പൂച്ചയെ എറിഞ്ഞ് കൊല്ലാവുന്നതാണ്. പിന്നെ അതൊരു കുഴപ്പമില്ല. പക്ഷേ ഗർഭിണിയായ പൂച്ചയാകരുത് എന്നൊരു വിഷയമുണ്ട്. കാരണം പൂച്ചയാണല്ലോ പ്രതിയായിട്ടുള്ളത്. പൂച്ചൻ്റെ ഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞ് നിരപരാധിയാണല്ലോ. ഏതായാലും പൂച്ചയെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാവിനൊക്കെ വളർത്തുന്നത് പോലെ പൂച്ചയെ വളർത്തുന്ന ആളുകളുണ്ട്. നല്ല ബുദ്ധിയുള്ള, നല്ല തൻ്റേടുള്ള പൂച്ചകൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്. മൂത്രമൊഴിക്കാത്ത, കളവ് നടത്താത്ത, വളരെ അച്ചടക്കമുള്ള പൂച്ചകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പൂച്ചയെ വളർത്തൽ സുന്നത്താണ് എന്നാണ് പൊതുവായിട്ടുള്ള നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ മിന തവാഫീന അലൈക്കും വത്തവാഫാത്ത്. അത് നിങ്ങളുള്ളിടത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നൊരു ജീവിയല്ലേ എന്നാണ് നബി തങ്ങൾ പൂച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത് സുന്നത്താണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ പൂച്ചയെ വിൽപ്പന നടത്താവുന്നതാണ്, അതിനും കുഴപ്പമില്ല. പൂച്ചൻ്റെ ഇറച്ചി തിന്നാൻ പറ്റുമെന്നാണ്, തിന്നാൻ പറ്റില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. വളരെ ഒരു ദുർബലമായ അഭിപ്രായത്തിൽ പൂച്ചയെ ഭക്ഷിക്കാൻ പറ്റും എന്നൊരഭിപ്രായമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പുറത്തുള്ള ആളുകളൊക്കെ പൂച്ചയെ കൊന്ന് തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ട്. പൂച്ചയെ വളർത്തൽ സുന്നത്താണ്, പൂച്ചയെ ബഹുമാനിക്കൽ കൂടി സുന്നത്താണ് എന്നാണ്. യസ്തഹബ്ബു ഇക്റാമുഹു. ഏതായാലും പൂച്ചയെ വളർത്തുന്ന അതിൻ്റെ ഉടമസ്ഥരായ ആളുകൾക്ക് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അതായത് ഈ ഹഷാഷുല്ലർദ്, ഭൂമിയിലെ ഈ ചെറിയ ജീവികളെ, പക്ഷികളെ, അതുപോലെ തന്നെ എലികളെ ഒന്നും പിടിച്ച് തിന്ന് അതിന് വയറ് നിറയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ
പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് കുറ്റകരമാണ്. പൂച്ച ബക്കറ്റിലോ മറ്റോ ഒക്കെ വെള്ളമിട്ട് വായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഉപയോഗിക്കുന്നതിലും തെറ്റില്ല, അത് നജസല്ല എന്നാണ്. പിന്നെ പൂച്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അല, ഈ ഒരു പൂച്ച ഒരു പക്ഷിയെ പിടിച്ചു. നമ്മൾ കാണാറുണ്ടല്ലോ, പക്ഷികളെ കാടകളൊക്കെ പിടിച്ചെന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? ഈ പക്ഷികളെ രക്ഷപ്പെടുത്തി കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അങ്ങനെ കൊല്ലാൻ പറ്റുന്ന ജീവികളല്ലല്ലോ. ഈ പക്ഷികളൊക്കെ അറുക്കാത്ത രീതിയിൽ കൊല്ലൽ ഹറാമാണെന്നാണ് നിയമം. തിന്നാൻ പറ്റുന്ന ജീവികളാണെങ്കിൽ പോലും അറുക്കാതെ അതിനെ കൊല്ലൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തൽ സുന്നത്താണ്. ഒരു കോഴിനെ പിടിച്ചത് കണ്ടാൽ അത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരു റൊട്ടിയോ കോഴിയോ ഒരു മീനോ ഒക്കെ എടുത്തോടുന്നത് കണ്ടാൽ അത് ആ പൂച്ചയിൽ നിന്ന് പിടിച്ച് വാങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ ആരുതാണെന്ന് അറിയില്ല, അപ്പോൾ അന്വേഷിക്കണം, ഇതാരുതാണെന്ന് അന്വേഷിക്കണം. എന്നിട്ട് ഇത് പൂച്ചൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ കാര്യങ്ങളിലുമുണ്ട്. ഏതായാലും പൂച്ചക്കും നായ്ക്കൊക്കെ ഒക്കെ ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന മാതിരി തന്നെ അങ്ങനെ ഭക്ഷണം കൊടുത്താൽ കൂലി കിട്ടും. പൂച്ചയെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുമെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അതെ, പക്ഷികളൊക്കെ കൂട്ടിലിട്ട് വളർത്താവുന്നത് പോലെ തന്നെ ഈ പൂച്ചനെയും കൂട്ടിലിട്ട് വളർത്താവുന്നതാണ്. അതിന് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണെന്ന് മാത്രം. അപ്പോൾ അത് കൂട്ടിലിട്ടാൽ ഈ പൂച്ചനെ ശിക്ഷിക്കലല്ലേ, പ്രാവുകളെ ശിക്ഷിക്കലല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചെറിയ സഹിക്കാവുന്ന ഒരു പ്രയാസമാണ്. മൃഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തൊഴുത്തിൽ കെട്ടിയിരുന്നുണ്ടല്ലോ എന്നതുപോലെയാണ് പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നത്. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നുണ്ട്, പൂച്ചയെ തടവിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ കടന്നു. അവിടെ നബി തങ്ങൾ പറയുന്നുണ്ട്, ഫലാഹിയ തഅമത്ഹ ഫലാഹിയ തറക്കത്ഹ തഅക്കുലു മിൻ ഖശാശിൽ അർളി. ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തതുമില്ല, എന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ പൂച്ചയെ കൂട് തുറന്ന് വിട്ടതുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതിന് നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? കൂട് തുറന്ന് വിടാതെ ഭക്ഷണം കൊടുക്കുകയായിരുന്നെങ്കിൽ ആ സ്ത്രീ നരകത്തിൽ കിടക്കില്ലായിരുന്നു എന്നാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആകത്തുക പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചനെ വളർത്താം. ഉപദ്രവകാരിയായ പൂച്ചയെ അതിനുപദ്രവം തടുക്കാൻ വേണ്ടി കൊല്ലാൻ പറ്റും, പറ്റില്ല എന്നൊരഭിപ്രായമുണ്ട്. ഉപദ്രവം ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും നമുക്കതിനെ തടുക്കുകയും വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യാവുന്നതാണ്. പൊതുവെ പൂച്ചനെ കൊല്ലാൻ പറ്റില്ല. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ